നമസ്കാരം. ഏവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് FMCGയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് തന്നെ അതിൽ നമ്മൾ പേരിട്ടുണ്ട്. ഏത് വീട്ടിലും ആവശ്യമാണ് ഒരു FMCG പ്രോഡക്റ്റ്, ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ്. അത് സോപ്പാകാം, മസാലയാകാം, നിരവധി പ്രോഡക്റ്റ് നമുക്കറിയാം മാർക്കറ്റിലുള്ളത്. ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ വിജയം ഉറപ്പാണ്. അധികം ബുദ്ധിമുട്ടാതെ തന്നെ ഇത് നടത്താൻ കഴിയും. ഇത് നമ്മൾ ഓർഡർ എടുക്കാൻ പോലും നമ്മുടെ ഏരിയയിലാണെങ്കിൽ ഒരു സൈക്കിൾ എടുത്ത് പോയി ഓർഡർ എടുത്തിട്ട് വരാനും ഒരു സൈക്കിളിൽ തന്നെ ഇതുകൊണ്ട് വിതരണം ചെയ്യാനും കഴിയുന്ന ഒരു ബിസിനസ്സാണ്. ഒരു ഗോഡൗൺ നമുക്ക് ആവശ്യമില്ല, വീട്ടിനകത്ത് ഒരു റൂം വെച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെറുതായി ആരംഭിച്ച് പിന്നെ പടിപ്പടി നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. നിരവധി കമ്പനിയുടെ ഏജൻസി ലഭ്യമാണ്. നല്ല മാർജിൻ നമുക്ക് കിട്ടും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ റൊട്ടേഷനാണ് നമ്മൾ ഈ ബിസിനസ്സിൽ നോക്കുക. ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വർഷം കൊണ്ട് എത്ര ടേൺ ഓവർ കിട്ടും, അതിനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ റൊട്ടേഷൻ, പണത്തിൻ്റെ റൊട്ടേഷനാണ് നമ്മൾ നോക്കുക. ഏത് കടയിൽ ചെന്നാലും നിങ്ങൾക്ക് അംഗീകാരമുണ്ടാവും. ആ പ്രോഡക്റ്റ് ഒരു ഫുഡ് പ്രോഡക്റ്റ്സ് ആണ്, അതിൻ്റെ സാമ്പിൾ എടുത്ത് കൊടുക്കുക. ആ സാമ്പിൾ എടുത്ത് കൊടുക്കുമ്പോൾ അവിടെ 4 പേര് നിൽക്കുകയാണെങ്കിൽ അവർക്കും കൊടുക്കുക. ആ പ്രോഡക്റ്റ് ആ കടയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും. ഒരിക്കൽ മാത്രം ഈ കഷ്ടപ്പെട്ട് വിൽപ്പന നടത്തിയാൽ പിന്നീടത് ഉപഭോക്താക്കൾ വാങ്ങിക്കും. അവർ തിരിച്ചും വന്ന് ചോദിച്ചത് വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് അവിടെ കൂടും. അങ്ങനെയാണ് ഈ FMCG ബിസിനസ് സക്സസ് ആക്കാൻ കഴിയും. പക്ഷേ നല്ല രീതിയിൽ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളോടുകൂടെ വേണം ചെയ്യാൻ. എത്ര കട നിങ്ങളെ കൊണ്ട് നോക്കാൻ കഴിയും, എപ്പോഴെല്ലാം നിങ്ങൾക്ക് അവിടെ പോകാൻ കഴിയും, ഇതിനെല്ലാം ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കണം. എന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് FMCG സക്സസ് ആക്കാൻ കഴിയും. ഒരു നല്ലൊരു ബിസിനസ്, സാധാരണ നമ്മളൊരു ജോലി കഴിഞ്ഞ് വന്ന് വൈകിട്ട് കൂടെ നമ്മുടെ ഏരിയയിലുള്ള കടകളിൽ ചെന്ന് ഓർഡർ എടുത്ത് സപ്ലൈ ചെയ്യാൻ കഴിയുന്നൊരു ബിസിനസ് തന്നെയാണ് FMCG. നിരവധി പ്രോഡക്റ്റ്സ് നമുക്ക് ചെയ്യാൻ കഴിയും. അധികം വെയിറ്റ് ഇല്ലാത്ത പ്രോഡക്റ്റ്, ഫുഡ് പ്രോഡക്റ്റ്സ് തന്നെ. ഇപ്പോൾ ലേസ് മരുള്ളതെല്ലാം വലിയ വെയിറ്റ് ഇല്ല. കടലമിഠായി ഇതൊന്നും വെയിറ്റ് ഉണ്ടാവില്ല. സോപ്പ്, എണ്ണ ഇതെല്ലാം കുറച്ച് വെയിറ്റ് കൂടും. അതിന് ചിലപ്പോൾ നമുക്കൊരു ഓട്ടോ വേണ്ടി വരും. അതും ചെയ്യുമ്പോൾ ചെറിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ ആ മാർക്കറ്റിലേക്ക് കൊണ്ടെത്തിക്കുക. അതിനൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ചോദിച്ച് അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് ചെയ്ത് തുടങ്ങുക. നിങ്ങളത് പടിപ്പടിയെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും FMCGയിൽ വിജയിച്ചവർ നിറയെ പേര് FMCG വിജയിച്ചിട്ടുണ്ട്. ആദ്യം ഒരു പ്രോഡക്റ്റ് എടുത്തവർ 10 പ്രോഡക്റ്റ് വരെ എടുത്താൽ ആ ടേൺ ഓവർ കൂടും. ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ചിലവും 10 പ്രോഡക്റ്റ് എടുക്കുമ്പോഴുള്ള ചിലവും തീർച്ചയായിട്ടും ആദ്യം നിങ്ങളുടെ ചിലവ് കൂടുതലായിരിക്കും, പിന്നീട് അത് കുറഞ്ഞു വരും. ഇതാണ് FMCGയുടെ ഒരു സക്സസ് ബിസിനസ്. ഇത് നമ്മൾ കൂടുതലും CO2 എമിഷൻ നമ്മളിവിടെ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഗോഡൗൺ എടുക്കാതെ റൂമിൽ, ഒരു വീട്ടിൽ ഒരു റൂമിൽ അവിടെ നമുക്ക് ഒരു LED ലാമ്പ് ഇട്ടാൽ കൂടെ മതി. ആ രീതിയിൽ ചെയ്ത് ആദ്യം നമ്മൾ തന്നെ ഇറങ്ങി വർക്ക് ചെയ്യുക, പിന്നീട് അതിനൊരാളെ വെച്ച് ചെയ്യാൻ കഴിയും. ഈ സിമ്പിൾ ബിസിനസ് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക. താങ്ക് യു.